ഹലോ, ഞാൻ അലീസ അനീഷ്. അങ്ങനെ ഞാനും എമ്പുരാൻ കണ്ടു. ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഒരു ഫിലിം കാണുന്നത്. അപ്പോൾ ഫിലിം കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു പോയിട്ട് അഭിപ്രായം പറയണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല. കാരണം ഇതിനകം സിനിമ കണ്ടിറങ്ങിയ ഒരുപാട് റിവ്യൂ വീഡിയോകളും ഡീഗ്രേഡ് ചെയ്യുന്ന വീഡിയോകളും ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ആൾക്കാരും സിനിമ കാണുന്ന രീതി വ്യത്യസ്തമാണ് അല്ലേ? അപ്പോൾ അവരുടെ കാഴ്ചപ്പാടും അവരുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കും അവർ വീഡിയോസുകളും ഇറക്കുന്നത്. അപ്പം മുൻവിധികളില്ലാതെ ഒരുപാട് റിവ്യൂ വീഡിയോസുകൾ കേൾക്കാതെ നിങ്ങൾ സിനിമ കാണാൻ പോവുക. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. ചില ആൾക്കാർക്ക് മേക്കിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറ വർക്ക്, അല്ലെങ്കിൽ സ്റ്റോറി കണക്ഷൻ, അങ്ങനെ ഓരോ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന രീതി വ്യത്യസ്തമാണ്. പിന്നെ ലൂസിഫർ എന്നുള്ളൊരു സിനിമ ഓൾറെഡി ഇറങ്ങിയത് കൊണ്ട് മനസ്സിൽ നമുക്കൊരു കമ്പാരിസൺ എപ്പോഴും തോന്നും. അതിലെ ലാലേട്ടനും ഇതിലെ ലാലേട്ടൻ്റെയൊക്കെ കുറേ പോരായ്മകളുമുണ്ട്. പക്ഷേ ഇപ്പം ഇതിൻ്റെ ഒരുപാട് ഹോളിഡേയ്സ് വരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പടം കണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ പോകാം. അതല്ല, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് സിനിമ വരണം എന്ന് വാശി പിടിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സിനിമ വേർത്തായിരിക്കില്ല. പിന്നെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും സ്വപ്നങ്ങളുമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. പേഴ്സണലി എൻ്റെ അടുത്ത കുറേ ഫ്രണ്ട്സുകൾ ഇതിനകത്ത് ബിഗ് സ്ക്രീനിൽ ഞാൻ കണ്ടു. അവരുടെ എല്ലാം ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സിനിമകളും അതേപോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുൻവിധികളില്ലാതെ നിങ്ങൾക്കൊരു സിനിമ എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എമ്പുരാൻ കാണാൻ പോകാം. അതല്ല, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് തന്നെ സിനിമ വരണം എന്ന് വാശി പിടിച്ചാൽ അത്തരം ആൾക്കാർക്ക് ഇതൊരു ചെറിയ നിരാശ ഉണ്ടാക്കും. അപ്പം എൻ്റെ അഭിപ്രായം എല്ലാവരും പോയി കാണണം. കണ്ടാലല്ലേ നമുക്ക് അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാവുന്നത്. ആദ്യത്തെ ഇപ്പോൾ ലൂസിഫർ ആയാലും എമ്പുരാനായാലും അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയുന്ന റിവ്യൂ അനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.